ആഫീസുകൾ മുഴുവൻ അവസാനം അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിന്റെ ഒരു ഫത്വ ബോർഡുണ്ട്, അതിന് മറുപടി നൽകുന്ന, നാട്ടിലുണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ തീർക്കുന്ന, പണ്ഡിതോചിതമായി കാര്യങ്ങൾ നീക്കുന്ന ഒരു ബോഡിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആ കിതാബിന്റെ പേരുകളൊക്കെ എഴുതിയെടുത്തു, ഫത്വ കമ്മിറ്റിക്ക് വന്ന കത്തുകളൊക്കെ പകർത്തിയെടുത്തു. അവസാനം മുൻസിഫ് കോടതിയിൽ നിന്ന് വിധി വന്നത് ഇതൊരു ദൈവിക സംഘടനയാണ്. കാന്തപുരം പറഞ്ഞു ഇതൊരു ഭൗതിക സംഘടനയാണ്. മുൻസിഫ് കോടതിയിൽ നിന്ന് ജഡ്ജിയുടെ ഉത്തരവ് ഇതൊരു ദൈവിക സംഘടനയാണ്. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മനസ്സിലാക്കിയത്. ഇതൊരു ഭൗതിക സംഘടനയല്ല. അംബിയാ മുർസലീങ്ങൾ 124,000 പരം വന്ന മഹാന്മാരായ അംബിയാക്കൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട അത് പരിശുദ്ധനായ സഹാബത്തിലേക്ക് കൈമാറി 23 കൊല്ലക്കാലം കൊണ്ട്. പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് 23 കൊല്ലക്കാലം വേണ്ടി വന്നു. അള്ളാഹുവിനെ അയോഗ്യത കൽപ്പിക്കാനല്ല ഇത് പറയുന്നത്. അള്ളാഹുവിന് ഒരു ദിവസം കൊണ്ട് ഇറക്കാൻ മാത്രമുള്ളത് പരിശുദ്ധ ഖുർആൻ. 23 കൊല്ലക്കാലം പരിശുദ്ധ ഖുർആനെ ജനങ്ങൾക്ക് ഹൃദയമാക്കാൻ പറ്റുന്ന രൂപത്തിൽ, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഓരോ കാര്യങ്ങളും വ്യക്തമായ നിലയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പരിശുദ്ധ റഹ്മാനായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ 23 കൊല്ലക്കാരെടുത്തു. അത് പ്രായോഗികമായ നിലയ്ക്ക് സഹാബത്തിൽ മഹാനായ പരിശുദ്ധവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവരെ ഏറ്റവും വലിയ പരിശുദ്ധാത്മാക്കളായ നിലയ്ക്ക് വാർത്തെടുത്തു. എന്നിട്ട് ഈ ലോകത്തിന് സമർപ്പിച്ചു. ഈ കാണുന്ന സഹാബ കുല്ലുഹും അസ്ഹാബി ധരിക്കപ്പെട്ട നക്ഷത്രനും നീതിമാൻ യുക്തതയത്തും നിങ്ങൾക്ക് പിന്തുടരാൻ സാധിച്ചാൽ യുക്തതയത്തും നിങ്ങൾക്ക് സന്മാർഗം സിദ്ധിക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അല്യോമ അക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിയതു ലക്കും ഇസ്ലാമ ദീനാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തീരുമാനം വിവരിക്കേണ്ട പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. മലയാം അബൂബക്കർ ഫൈലി, എസ് കെ ഹംസഹാജി അടക്കമുള്ള നേതാക്കൾ. പരിശുദ്ധ ദീൻ അത് സഹാബത്ത് മുഖേന നമ്മളിലേക്ക് ഏൽപ്പിച്ചു. സഹാബത്ത് ആ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ പ്രഖ്യാപനത്തിനുണ്ട് അഷാഹിദുൽ വായിബ്, ഇവിടെ സാന്നിധ്യമുള്ളവർ സാന്നിധ്യമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന കൽപ്പന കേട്ടപ്പോൾ സഹാബത്ത് ലോകമൊട്ടാകെ കാൽനടക്കാരായും പായക്കപ്പലിലായും ലോകത്തിന്റെ മുഴുവൻ രാഷ്ട്രങ്ങളിലും അവരെത്തിപ്പെട്ടു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ 14ഓളം പേർ ആ കന്നുജൂം എന്ന് പറഞ്ഞതിന്റെ നേരെ അർത്ഥമാണ് നിലാവ് മുറ്റം. നിലാവ് മുറ്റം ഉണ്ടോ? കന്നുജൂം നിലാവുകൾ പോലെയാണ് എന്റെ സഹാബ. അവർ വന്ന് ഇസ്ലാമിന്റെ ശൈലി ഇവിടെ പഠിപ്പിച്ചു തന്നത് സഹാബത്താണ്.
അവരുടെ പള്ളികൾ നിർമ്മിച്ചു, അവരവിടെ ജുമാ സ്ഥാപിച്ചു. അവരവിടെ ഖുത്ബ നിർവഹിച്ചു. അവർ മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടില്ല, ജുമാക്ക് വന്നില്ല. 20 റക്അത്ത് ഹബീബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അല്ലെങ്കിൽ ചെയ്യാൻ കൽപ്പിച്ചതുപോലെ ഇവിടെ നടപ്പിൽ വരുത്തി. അങ്ങനെ ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഞാനൊരു സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നല്ലൊരു അന്തരീക്ഷം, ഒരു സമാധാനത്തിന്റെ ഒരു പ്രസ്ഥാനം, രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ശൈലി രാജ്യത്തെ ജനങ്ങൾ മുഴുവനും അതിലേക്ക് കുന്നുകുമ്പാരമായി അതിലേക്ക് ഒഴുകാൻ തുടങ്ങി. പള്ളികൾ വർദ്ധിച്ചു, മഹല്ലത്തുകളുണ്ടായി. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും സഹാബ കിറാബികൾ അവര് അങ്ങോട്ട് വ്യാപകമായ നിലയ്ക്ക് പ്രചരണങ്ങൾ നടത്തി. അവർ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ തിളങ്ങുകയാണ്. ഒരാൾ കിടക്കുന്നുണ്ട് ഇവിടെ സബൂർ മലയിൽ, ശബരിമലയിൽ. അത് നമ്മുടെ സഹോദര സമുദായമാകുന്ന ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എങ്ങനെ ഇവിടെ രണ്ട് മതത്തിൽ നിന്നുകൊണ്ട് സൗഹൃദത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ആ മലയിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. ബാബര് എന്ന് പറയും. ബാബർ വലിയുല്ലാഹിയാൻ, അയ്യപ്പൻ സ്വാമിയാൻ, ബാബർ വലിയുല്ലാഹിയാൻ. ഈ നിലക്ക് വളരെ സൗഹാർദ്ദപരമായ നിലക്ക് രാജ്യത്തുള്ള നമ്മുടെ സഹോദര സമുദായ ഭൂരിപക്ഷ സമുദായം, നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരും ഇസ്ലാമിന്റെ യഥാർത്ഥ സമാധാനത്തിന്റെ സന്ദേശമാകുന്ന മുസ്ലിമീങ്ങളും ഒത്തൊരുമിച്ച് ഇവിടെ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു വീട് മുസ്ലിമിൻ്റെതാണെങ്കിൽ മറ്റൊരു വീട് അമുസ്ലിമിൻ്റെത്, മുസ്ലിമും അമുസ്ലിമും ഇടകലർന്ന് സൗഹാർദ്ദപരമായി ജീവിച്ചു. മുസ്ലിമിന്റെ ഒരു വീട്ടിൽ കറി വെക്കുമ്പോൾ കറി നീട്ടിവെക്കണമെന്ന് പരിശുദ്ധമാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. കാരണം അയൽവക്കത്ത് ഭക്ഷണമുണ്ട്, പക്ഷേ കൂട്ടാനില്ല. കറിയില്ലെങ്കിൽ അവിടേക്ക് കറി കൊടുത്തോളണം. അത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കേണ്ടതില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച് അയൽവാസിയെ തിരിഞ്ഞു നോക്കാതെ അവൻ പട്ടിണിയിലാണോ, അവൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ, വിശപ്പടക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ കിടന്നിറങ്ങുന്നവൻ ലൈസ മിന്നാ, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവനെ അല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഈ രാജ്യത്തിലേക്ക് വിളംബരം ചെയ്തപ്പോൾ രാജ്യത്തുള്ള ജനങ്ങൾ മുസ്ലിമീങ്ങൾ മുഴുവനും അത് ഉൾക്കൊണ്ടു. ആ നിലക്കുള്ള നല്ലൊരു അന്തരീക്ഷത്തിലെ ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെയും അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചിലർ പ്ലാൻ ചെയ്തു. മുസ്ലിമീങ്ങളുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ അവർ ശ്രമിച്ചു. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു പോരാടുമെന്ന് ബോധ്യപ്പെട്ടു. 1921 മാപ്പിള ലഹളയിലൊക്കെ അത് അവർക്ക് ബോധ്യപ്പെട്ടു, രാജ്യത്തുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്ത് മുസ്ലിമീങ്ങളെ തമ്മിലടുപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ നിലക്കാണ് മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും നേതൃത്വം എന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ പിന്നെ അവർ പ്ലാൻ ചെയ്തത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കണം. അതിലവർ വിജയിച്ചു. അവർ ഐക്യസംഘമുണ്ടാക്കി, ഐക്യപത്രമുണ്ടാക്കി, അനൈക്യത്തിന്റെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് രാജ്യത്തുള്ള അലിമീകൾ കണ്ണു തുറന്നത്. ഇതെന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ പൊന്നാണിയിൽ ഇവിടെ മിറാബിൽ നിന്നൊരു സന്ദേശം രാജ്യത്തിലേക്ക് വിളംബരം ചെയ്താൽ രാജ്യത്തുള്ള കേരളത്തിലുള്ള മുഴുവൻ മഹല്ലുകളും ഇത് ഏറ്റുപറഞ്ഞിരുന്ന ഒരു സന്ദർഭത്തിൽ എന്തിനൊരു ഐക്യസംഘം അവർ ആലോചിച്ചു, നിരീക്ഷണം നടത്തി. അപ്പോൾ അവർക്ക് അവരുടെ പത്രത്തിൽ നിന്ന് മനസ്സിലായി ഇതൊരു അനൈക്യത്തിന്റെ സംഘടനയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അലിമീകൾ മഹാനായ ഖുതുബുസ്സമാൻ ബറക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മൂതാക്കര പള്ളിയിൽ ഒത്തുകൂടി 40ഓളം വരുന്ന മഹാന്മാരായ അലിമീകൾ, മുസ്തജാബ് ദഅവകളായ ചോദ്യം ചെയ്യപ്പെടാത്ത അലിമീകൾ, കണ്ണൂരിലെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അടക്കം വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, ഈ നിലക്കുള്ള
മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഖുതുബ് സമാന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ അവര് സംഘടിച്ചു കേട്ടോ. അവരെ കയ്യിലേക്ക് എത്തിപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഒരു കോട്ടവും ഏൽപ്പിക്കാതെ ഈ രാജ്യത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. ജനങ്ങളെ നിങ്ങൾ വൈവേക്കരുത്, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും പിന്നിൽ അണിനിരക്കണം, അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാർ അവർ അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാണ് എന്ന ഹദീസൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് വിളംബരം ചെയ്തു. അന്ന് റോഡില്ല, പാലങ്ങളില്ല, കടവുകൾ കടന്ന് നടന്നിട്ടും വിയർത്തിട്ടും കഷ്ടപ്പെട്ടിട്ടും അവർ രാജ്യത്തിന്റെ ഓരോ ദിക്കുകളിലും മുക്കുമൂലകളിലും ചെന്ന് അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ശൈലി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇവിടെ തന്നെ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകൾ ഓതിപ്പടിച്ച നാടാണ് യഥാർത്ഥത്തിൽ കടവത്തൂർ മമ്മൂ മുസ്ലിയാരുടെ ദർസിൽ. പക്ഷെ മഹാനവറുകൾ വേലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്കബി ബിരുദം വാങ്ങി വന്നതിന് ശേഷം അവിടെ മുദരിസായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആ പുതിയ ഐക്യസംഘക്കാർക്കെതിരിൽ ഗവൺമെന്റ് പ്രസംഗത്തിന് വന്നിട്ടുണ്ട്. അന്ന് പെർമിഷൻ ലഭിക്കാത്തൊരവസരം വന്നപ്പോൾ നമ്മുടെ പൊട്ടങ്കണ്ടി അബ്ദുൽ സാഹിബിന്റെ ഉപ്പ, എന്താ പേര്, കുഞ്ഞമ്മദ് ഹാജി യാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ സമ്മേളനത്തിന് പെർമിഷൻ വാങ്ങിക്കൊടുത്തത്. തെറ്റിദ്ധരിച്ചവരൊക്കെ ഇസ്ലാമിന്റെ ശരിയായ ശൈലിയിലേക്ക് പരിശുദ്ധ ദീനിലേക്ക് ഒഴുകി വരികയായിരുന്നു. 40 ദിവസമൊക്കെയാണ് മഹാനായ ശംസുൽ ഉലമ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ പ്രസംഗിച്ചത്. മഞ്ചേരിയിൽ 40 ദിവസം, കാരന്തൂരിൽ 20 ദിവസം. ഇന്നിപ്പോ സുന്നികൾക്ക് ഏരിയ നടക്കാം, നല്ല ഇസ്സത്തിൽ നടക്കാം. കോഴിക്കോട്ടുകൂടി ഒരു സുന്നിക്ക് നടക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. കാളേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തന്റെ നേതാവ് പൂനൂർ വാദപ്രതിവാദം കഴിഞ്ഞ് കോഴിക്കോട് കോർപ്പറേഷനിൽ പിറ്റന്നാള് ബസ്സിറങ്ങിയപ്പോൾ കോഴിക്കോട്ടെ പോട്ടന്മാർ, കമ്മാലിയങ്ങൾ അഥവാ ഹമ്മാലിയങ്ങൾ കൂക്കി പിടിച്ചു എന്നാണ്. എവിടേക്കാണ് ഈ കറുത്ത കൊട്ടിട്ട് സുന്നി മൂല്യർ പോകുന്നതെന്നാണ് കൂക്കി വിളിച്ചു. ആ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് സുന്നിക്ക് ഇഷ്ടാനുസരണം രാത്രി 2 മണിക്കും ഉറക്കെ ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞ് നടക്കാം, നട്ടുച്ചക്കും നടക്കാം. വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ ശൈലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ അന്ന് വളരെ കഠിനാധ്വാനം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അപ്പം ചിലർ മനസ്സിലാക്കിയതുപോലെ ചിലർ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഗൾഫ് പോയിക്കൂടെ, സമസ്തന്റെ സെക്രട്ടറിക്ക് എന്തോന്ന് ഫണ്ടുണ്ടായിക്കൂടെ? ഫണ്ട് പിരിക്കാനുള്ളൊരു സംഘടനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില സാധാരണക്കാർ നമ്മളോട് ഉപദേശിക്കാറുണ്ട്. ഇത് നിങ്ങളെന്താ മറ്റവരൊക്കെ പോയിട്ട് ഫണ്ട് കൊണ്ടുവരുന്നില്ലേ, മുരളിയാരൊക്കെ ഇങ്ങനെ ഫണ്ട് പിരിക്കാൻ പോയിക്കൂടെ സമസ്തക്ക്? ചെറുശ്ശേരി സെന്തി മുസ്ലിയാർക്ക് എന്താ പണി? ശംസുൽ ഉലമക്ക് 89-ൽ അല്ലയിൽ ഒരു സുന്നി സെന്ററിൽ സ്വീകരണം നൽകിയപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് സുന്നി മാലിന്യ ഫെഡറേഷന്റെ പ്രവർത്തനത്തിന് വേണ്ടി അല്ലയിൽ സുന്നി യൂത്ത് സെന്റർ മഹാനായ ശംസുൽ ഉലമന്റെ കയ്യിലേൽപ്പിച്ചപ്പോൾ മഹാനായ ശംസുൽ ഉലമ ചോദിച്ചത് എന്താ? ഇത് സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനത്തിന്റെ സംസ്ഥാന കമ്മിറ്റിക്കുള്ള ഫണ്ടാണ്, ചെക്കാണ്. അത് അതിന്റെ ജനറൽ സെക്രട്ടറി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. എന്റെ കരം കൊണ്ട് ഞാൻ പൊതു ഫണ്ട് തൊട്ടിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു. അവിടെയുള്ള പ്രവർത്തകന്മാരൊട്ട് ഞെട്ടി. എന്നോട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ സുന്നി യൂത്ത് സെന്ററിന്റെ ആളുകൾ പറഞ്ഞു, എന്റെ ഈ കരം കൊണ്ട് പൊതു ഫണ്ട് ഞാൻ ഇന്നേ വരെ തൊട്ടിട്ടില്ല. 40 വർഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ മഹാനായ ശംസുൽ ഉലമ അന്ന് പറഞ്ഞ കാര്യമാണ്. 89-ൽ നാം മനസ്സിലാക്കണം. ആ നിരക്കുള്ള മഹാന്മാർ അവരും ആ വറസത്തുൽ അംബിയാൻ. വറസത്തുൽ അംബിയാനെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞത് വഇന്നമാ വറസുൽ ഇൽമ ലം യുബരിസു ദീനാറൻ വലാ ദിർഹമ. ദിർഹമുകളെല്ലാം നിറമെടുത്തത്
വൈനമാ വറസുൽ ഇൽമ, വഹയിന്റെ ഇൽമാണ് അവർ അനന്തരം എടുക്കുന്നത്. ആ നിലക്കുള്ള അലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ പണ്ഡിതന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. അവര് രാജ്യത്തെ ജനങ്ങളുടെ ഈമാനിന് വല്ല കോട്ടവും പറ്റുന്നുണ്ടോ തട്ടുന്നുണ്ടോ എന്നവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും മഹല്ലിൽ ഇസ്ലാമിന്റെ മക്കൾ അവർ ഈമാൻ കളങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാജ്യത്ത് ശരീഅത്ത് വിരുദ്ധമായി വല്ല പ്രവർത്തനവും മുസ്ലിമീങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് മറ്റാർക്കെങ്കിലും സമ്മർദ്ദം മൂലം ചെയ്യിപ്പിക്കുന്നുണ്ടോ, ഇതൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കും. ആ നിലയ്ക്കുള്ള വലിയ ദീർഘദൃഷ്ടിയുള്ള ബഹുഭാഷാ പണ്ഡിതന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുള്ളവരൊക്കെ. 60ാം വാർഷികത്തിൽ മഹാനായ ശംസുൽ ഉലമ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ ഉദ്ഘാടന പ്രഭാഷണത്തിൽ മഹാനവറുകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേസറ്റിൽ നിങ്ങൾക്ക് കേൾക്കാം. എന്തെന്നാന്ന് പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം ഞങ്ങളെ കാണണം, ഞങ്ങൾ അച്ചടക്കം കാണണം എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. ഒരു വിരലുകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചപ്പോൾ 10-20 ലക്ഷം ജനങ്ങൾ എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അച്ചടക്കം നിങ്ങൾക്ക് കാണണമോ, നിങ്ങൾ നോക്കൂ. ഇങ്ങനെ കാണിച്ചു. എല്ലാവരും എഴുന്നേറ്റ് 33 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൗഹീദിന്റെ കലിമ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിച്ചു. കൈകൊണ്ടിങ്ങനെ കാണിച്ചു. എല്ലാവരും ഇരുന്നു. കണ്ടോ ഞങ്ങൾ അച്ചടക്കം കണ്ടോ? പിറ്റന്നാള് പത്രങ്ങൾ എഴുതിയത് ആ കരങ്ങൾക്ക് വശ്യശക്തി എന്നാണ്. ഇവിടുത്തെ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നത് ആ കരങ്ങൾക്ക് വശ്യശക്തി. അന്ന് മഹാനവറുകൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ ഞങ്ങളെ നോക്കണം. 3 വട്ടം ആവർത്തിച്ച് നിങ്ങൾ ഞങ്ങളെ നോക്കണം, നിങ്ങൾ ഞങ്ങളെ നോക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നോക്കും. ഇന്ത്യ രാജ്യത്ത് ശരീഅത്തിന്റെ വല്ല പ്രശ്നവും വന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആലോചിക്കണം. കണ്ടോ? 6 മാസം കഴിഞ്ഞതിന് ശേഷം 985 ആ സംഭവം. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു സംഭവത്തിലേക്ക് ദീർഘദൃഷ്ടിയോടുകൂടി വൈബറിയുന്ന മഹാനായ വലിയുല്ലാഹി ശംസുൽ ഉലമ 60ാം വാർഷികത്തിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത്ഭുതകരമാണ്. ഇന്ത്യ രാജ്യത്ത് ശരീഅത്തിന്റെ വല്ല പ്രശ്നവും വന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആലോചിക്കണം. താക്കീതായിട്ട് പറയും. ശരീഅത്തിന്റെ വിവാദം വന്നു, ഷാബാൻ കേസ് വന്നു, പ്രശ്നമായി, ഏക സിവിൽ കോഡ് വാദവുമായി പലരും വന്നു. അതിനെതിൽ മഹാനായ ശംസുൽ ഉലമയും അലിമിയാൻ നദവി സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവര് വളരെ വ്യക്തമായ നിലക്ക് ശരീഅത്ത് വിരോധികൾക്ക് താക്കീത് ചെയ്തുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ അടക്കമുള്ള അലിമികൾ ശരീഅത്ത് വിരോധികൾക്കെതിരിൽ പടപൊരുതി. നാം മനസ്സിലാക്കണം, ശരീഅത്തിനെ നടുറോട്ടിലിട്ട് കാക്കക്കും കൈകനും കൊത്തിവലിക്കാൻ അനുവദിക്കില്ല. ഇവിടെ ശരീഅത്ത് വിരോധികളൊന്നായിട്ട് ഒറ്റക്കെട്ടായി. ഏലം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടടക്കം TK ഹംസ സാഹിബ് അടക്കമുള്ള TK ഹംസയും സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും എപ്പോഴും അയാള് മുസ്ലിം സംഘശക്തിക്കെതിരായ പണ്ട് കാലത്തെ അവിടെ നീക്കുപോക്ക് നമ്മൾ മനസ്സിലാക്കാം. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ വലിയ ഭീഷണിയാണത്. ഏക നിയമം എന്ന് പറഞ്ഞാൽ മുസ്ലിമീകൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഒരേ നിയമം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരേ നിയമമായിരിക്കും. മുസ്ലിം മരിച്ചാൽ മുസ്ലിം ശ്മശാനത്തിൽ മറവ് ചെയ്യണം എന്നതിന് പ്രത്യേക പ്രസക്തി ഉണ്ടാവില്ല. എതിർപ്പ് വന്നാൽ കോടതിയിൽ പോയാൽ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകണം, മൂത്ത മകൻ തീ കൊളുത്തണം എന്ന വിധിയായിരിക്കും അംഗീകരിക്കേണ്ടി വരിക. തർക്കം വരുമ്പോഴാണ്. ഏക സിവിൽ കോഡ് ഏറ്റവും വലിയ ഭീഷണിയാണ്. 1934 ബ്രിട്ടീഷ് ഗവൺമെന്റ് രാജ്യത്തെ മുസ്ലിമീകൾക്ക് കൊണ്ട് അവർ നൽകിയ ഒരു വലിയൊരു സൗകര്യമാണ് മുസ്ലിം ശരീഅത്ത് ആക്ട്, മുഹമ്മദൻ ലോ. അതിൽ മുസ്ലിം മരിച്ചാൽ
മുസ്ലിം ശ്മശാനത്തിൽ മറവ് ചെയ്യാൻ നിയമവ്യവസ്ഥിതിയുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ, മക്കൾ തർക്കിച്ചാൽ ആണിനും പെണ്ണിനും തുല്യമായി നൽകണം. വിധി പെണ്ണിന് കൊടുക്കണമെന്ന ശരീഅത്ത് വിധി നമ്മൾക്ക് കോടതിയിൽ പോയാൽ ലഭിക്കണമെങ്കിൽ ഈ ആക്ട് നിലനിൽക്കണം. നാം മനസ്സിലാക്കുക. ആ നിലയ്ക്ക് ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ആരാ പറയുന്നത്? ഷാബാനു എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഭർത്താവ് തലാഖ് ചൊല്ലിയപ്പോൾ ആ പെണ്ണിന് ആ ജീവനാന്തം അഥവാ മരിക്കുന്നത് വരെ, ചാകുന്നത് വരെ അവൾക്ക് ഭക്ഷണം കിട്ടണം, ചെലവ് കിട്ടണം എന്നാണ് അവൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ന്യായം. അപ്പൊ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എന്ന് പറയുന്ന വ്യക്തി പറയുകയുണ്ടായി, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ്, ഇവിടെ ഒറ്റ നിയമം മതി എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണകൂടത്തിന് രാജീവ് ഗാന്ധിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു കത്ത് കൊടുത്തു. ഇത് നിയമമാക്കി തരണം, ഏക സിവിൽ കോഡ് കൊണ്ടുവരണം. മനസ്സിലാക്കണം. ആ സമയത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ കൂടുന്നത്. മുശാവറയിൽ ഈ കാര്യം ഇന്ത്യ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ തീരുമാനിക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ 2 ലീഗ് ഉണ്ടായിരുന്നു ഇവിടെ. എന്താ 2 ലീഗ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് ലീഗ് 2ആയിരുന്നു പണ്ട്. കുട്ടിക്കാർക്കും അറിയില്ല. കല്ലായി റോട്ടിൽ ലീഗ് ടൈംസ് ഓഫീസ് ഉണ്ടായിരുന്നു, YMC റോട്ടിൽ ചന്ദ്രിക ഓഫീസ്, ഇങ്ങനെ 2 ഓഫീസ്. 2 ഗ്രൂപ്പായി ജനങ്ങൾ, അലിമികൾ 2 ഗ്രൂപ്പായി. ഒരാൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ, ഒരാൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ആളുകൾ, ഒരാൾ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ ആള്, കുറച്ച് പണ്ഡിതന്മാർ, കുറച്ച് ജനങ്ങൾ, കുറെ ആളുകൾ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെ ആളുകൾ. ഇങ്ങനെ 2ആയി നാട്ടിൽ മുഴുവനും ഫിത്നയും ഫസാദും ഇങ്ങനെ വിടന്നു നിൽക്കുന്ന സമയത്ത് മഹാനായ ശംസുൽ ഉലമ ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങൾ 2 ലീഗ് ഇരു ലീഗും സമുദായത്തിന് വേണ്ടി നിങ്ങൾ യോജിക്കണം, ഇല്ലെങ്കിൽ ഈ സമുദായം നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന്. അതിന് തൊട്ട വർഷത്തെ മുമ്പുള്ള മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനോദ്ഘാടനത്തിൽ അതിന്റെ പ്രസിഡന്റ് കൂടിയായ ശംസുൽ ഉലമ അന്ന് പ്രസംഗിച്ചിരുന്നു. പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരു ലീഗ് യോജിക്കണം. തൊട്ടടുത്താണ് ഈ ശരീഅത്ത് വിവാദം വരുന്നത്. ഇരു ലീഗും ഒരു സെക്കൻഡ് കൊണ്ട് ലയിച്ചു ചേർന്നു. എങ്ങനെയാ ലയിച്ചെന്ന് ആർക്കും അറിയില്ല അല്ലേ? ഇസ്ലാം സാജിയൊക്കെ യൂണിയൻ ലീഗിന്റെ ആളായിരുന്നു, വേറെ കൂട്ടർ അഖിലേന്ത്യാ ലീഗ് ഉണ്ടാവും. ഹംസാജിക്ക് വിമതനായിരുന്നില്ല. ശരി, അത് നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടിയൊക്കെ മനസ്സിലാക്കാനായി പറയും. ഈ 25 വയസ്സുള്ള കുട്ടിയൊക്കെ ഒന്നും അറിയില്ല. അത് പറഞ്ഞു കൊടുക്കണ്ടേ? വലിയ വിപത്ത് സമസ്തക്കായിരുന്നു. ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു അത്. പക്ഷെ ഈ ശരീഅത്തിന് വേണ്ടി ഇരു ലീഗും ലയിച്ചു ചേർന്നു. ലയിച്ചപ്പോ അവർ ആദ്യത്തെ ചർച്ച ഈ ശരീഅത്ത് ഏക സിവിൽ കോഡ് വാദത്തിനെതിരിൽ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ചോദിക്കണമെന്നാണ് ആര് പറയുന്നത്? രാജീവ് ഗാന്ധി. ഞങ്ങൾക്ക് ഇവിടുത്തെ സമ്മേളനത്തിൽ റിപ്പോർട്ട് അപ്പം കിട്ടുമല്ലോ. ഇവിടെ തന്നെ കുറെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. എന്താ അവിടെ പറയുന്നത്? പ്രസംഗിക്കുന്ന കേസറ്റ് ചെയ്യുന്നതാവും. 20 ലക്ഷം മുസ്ലിമീങ്ങൾ സമ്മേളിച്ച ഒരു സമ്മേളനത്തിൽ അതിന്റെ ഉദ്ഘാടന പ്രാസംഗികന്റെ പ്രസംഗം അവിടെ നോട്ടിയല്ലോ. ഇന്ത്യ രാജ്യത്ത് ശരീഅത്തിന്റെ വല്ല വിവാദവും വന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ആലോചിക്കണം. അത് ശംസുൽ ഉലമ പറഞ്ഞത് വേറെ കേരള സംസ്ഥാനമല്ലാത്ത സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെ ഉലമാക്കളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇത്ര വലിയൊരു ശക്തിയില്ല. അതുമാണ് ഈ തലക്കുന്ന അങ്ങോട്ടേക്ക് നിർദ്ദേശം. രാജീവ് ഗാന്ധിന്റെ അടുക്കൽ ഈ കത്ത് വന്നപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറയുകയുണ്ടായി പാർലമെന്റ് അംഗങ്ങളോട്, ഇവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരോട് ആലോചിക്കണം. രാജീവ് ഗാന്ധി പറഞ്ഞതാണ്. അങ്ങനെ അലിമിയാൻ നദ്വി സാഹിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തേക്കൊന്നായിട്ട് നേതാക്കൾ വരാൻ തുടങ്ങി. കേരളത്തിലേക്ക് ഈ സന്ദേശം എത്തിച്ചതാരാ? സുലൈമാൻ സേട്ടു സാഹിബും അതുപോലെ തന്നെ ഗുലാം ബനാത്ത് ബാല സാഹിബ്, 2 ലീഗിന്റെ 2 എംപിമാർ, കോൺഗ്രസിലെ 2 എംപിമാർ, ഒരു മന്ത്രി സദ്ദാർ അൻസാരി, അതുപോലെ തന്നെ ജാഫർ ഷരീഫ്, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ജാഹിൽ ഖാൻ ശരീഅത്ത് വിരോധിയായി. അവനെ കോൺഗ്രസ് കുന്തി പിടിച്ച് പുറത്താക്കി. പുറത്തു പോകുന്നു പറഞ്ഞു. കോൺഗ്രസ് അവനെ പുറത്താക്കി, ജാഹിൽ ഖാനെ പുറത്താക്കി. കാന്തപുരത്തിന്റെ ഒരാളന്ന് പാർലമെന്റിലുണ്ടായിരുന്നു ഏക സിവിൽ കോഡ് വാദവുമായി.
EMS-ന്റെ ആളെ നടണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഉള്ളിൽ. പുറത്തു പോകുന്നത് ജാഹിരെ പുറത്തു പോകും. ശംസുൽ ഉലമയുടെ വീട്ടിലേക്ക് വരികയാണ് ആര്? സെയ്ദ് ഉമർ ബാപ്പയ്ക്ക് തങ്ങളും PM അബൂബക്കർ സാഹിബും അതുപോലെ തന്നെ സുലൈമാൻ സേട്ടായിബും. നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ ലയിച്ചു ചേർന്നിരിക്കും, ഇടതും വലതും. ഇപ്പൊ അമതനും വിമതനൊന്നുമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാ. ഇനി ഞങ്ങളുടെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ശരീഅത്തിന്റെ വിവാദം ഷെയ്ഖിന് അറിയുമല്ലോ. ഷെയ്ഖിന് സേഠ് സാഹിബിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ശരീഅത്ത് പറയാൻ നിങ്ങൾക്ക് മദ്ഹബുണ്ടോ? അത് വിമത ലീഗുകാർ പറഞ്ഞത് സുലൈമാൻ സേട്ട് മുജാഹിദാണെന്നാണ്. നിങ്ങൾക്ക് മദ്ഹബുണ്ടോ? അച്ചു വലിയ ചോദ്യമാണത്. കാരണം ഈ 1934 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് വകവെച്ച് തന്ന ശരീഅത്ത് ആക്ട് 2 മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ രാജ്യത്ത് 4 മദ്ഹബുകാരുണ്ടാവാം, അല്ലെ 400 മദ്ഹബുകാരുണ്ടാവാം. ഓരോരുത്തരും മുജ്തഹിദീങ്ങളാണല്ലോ. ഇപ്പോ 400 മദ്ഹബ് ഉണ്ടാവാം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് 2 മദ്ഹബ്. ഷാഫിയാക്കൾക്ക് ഷാഫി ഗ്രന്ഥം, ഹനഫിയാക്കൾക്ക് ഹനഫി ഗ്രന്ഥം. വക്കീൽമാരെ വീട്ടിലൊക്കെ ഈ തുഹഫന്റെ ഒക്കെ പരിഭാഷ കണ്ട, ഇംഗ്ലീഷ് പരിഭാഷ കണ്ടിട്ട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് മുസ്ലിംമാർ, ഈ വക്കീൽ എന്താ മിൻഹാജ് ഓതലുണ്ടോ, മിൻഹാജ് ദർസ് നടത്തലുണ്ടോ എന്നൊക്കെ ചോദിക്കാം. മിൻഹാജ് അടിസ്ഥാനത്തിലാണ് ഷാഫിയാക്കൾക്ക് കോടതിയിൽ നിന്ന് വിധിക്കുക. മദ്ഹബ് വേണം. ഇന്ത്യ രാജ്യത്ത് മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തബ്ലീഗ് ജമാഅത്തുകാരും എല്ലാവരും കോടതിയിൽ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് കോടതിയിൽ നിന്ന് വിധി ലഭിക്കൽ ഷാഫി മദ്ഹബിലെ ഈ മിൻഹാജ് അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് മദ്ഹബുണ്ടോ എന്ന് ശംസുൽ ഉലമ ചോദിച്ചത്. അല്ല നിങ്ങൾ സുന്നിയാണോ എന്നവരോടൊക്കെ നിങ്ങൾ സുന്നിയാണോ എന്ന് ചോദിക്കുന്ന പണിയൊന്നും ശംസുൽ ഉലമയ്ക്കില്ല. നിങ്ങൾക്ക് ശരീഅത്ത് പറയാൻ മദ്ഹബുണ്ടോ? വിനീതനായി ഉള്ളവൻ അവിടെ ആ സമയത്തുണ്ടായിരുന്നു. ഇയാളൊരൊറ്റ കരച്ചിൽ. 2 ആളാണ് ഇങ്ങനെ കരയുന്നത് കണ്ടു. ഒന്ന് AP അബൂബക്കർ മുസ്ലിയാരും ഒന്ന് സുലൈമാൻ സേട്ട് സാഹിബ്. പെട്ടെന്ന് കരയുകയും പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. ഒരേ വേദി ഒറ്റ കരച്ചിൽ. എനിക്ക് മദ്ഹബുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ നമുക്കൊന്നിച്ചു നോക്കാം. അടുത്ത ദിവസം നദീവി സാഹിബ് വരാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ. ആ സമ്മേളനം നിങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ശംസുൽ ഉലമക്ക് പിന്നെ മുശാവറ വിളിക്കാൻ അവിടെ ടൈമില്ല. ഉടനെ ഓക്കെ ശരി അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ നേരത്തെ മുശാവറയുടെ തീരുമാനം 3 ആളെ ഡൽഹിയിലേക്കാം. ഒന്ന് കരുവന്തിയത്തി കുഞ്ഞിക്കോയത്തങ്ങളും, ഒന്ന് AP അബൂബക്കർ മുസ്ലിയാരും, ഒന്ന് ശംസുൽ ഉലമ AK അബൂബക്കർ മുസ്ലിയാർ. 3 ആളെ ഡൽഹിയിലേക്കാമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ശംസുൽ ഉലമയ്ക്ക് സമസ്തന്റെ കാര്യങ്ങൾ പറയാൻ ഡൽഹിയിൽക്കും തിരുവനന്തപുരത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അവരിവിടെ വരൂ. എവിടെ? ശംസുൽ ഉലമന്റെ വസതിയിൽ. അതായിരുന്നു മഹാനായ ശംസുൽ ഉലമ. മന്ത്രിമാരടുത്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പറയാൻ, വിഘടിതന്മാരൊക്കെ മന്ത്രിമാരെ വീട്ടിൽ പോയിട്ട് അവര് പെണ്ണുങ്ങൾക്ക് വേണ്ടെങ്കിൽ ഏലാക്കിയായി നിൽക്കും. ശംസുൽ ഉലമ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് മന്ത്രിയെ കാണാൻ പോയിട്ടില്ല. സമസ്ത കേരള ജമാഅത്തുൽ ഉലമയ്ക്ക് ആവശ്യമുള്ള കാര്യം സ്റ്റേജിൽ വെച്ച് പറയും. ജനങ്ങൾ, സർക്കാർ അത് സ്വീകരിക്കും. അത്യാവശ്യമുള്ളവർ അവിടെ വരും, വീട്ടിൽ വരും. കോൺഗ്രസിന്റെ മന്ത്രിമാർ വരും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ വരും, എല്ലാ മന്ത്രിമാരും അവിടെ വീട്ടിൽ വരും. പക്ഷെ മന്ത്രിമാർ വന്നാലും കേന്ദ്രമന്ത്രി വന്നാലും ഇരിക്കാനൊന്നും ചാൻസ് ഉണ്ടാവില്ല. കാല് മുറിഞ്ഞ കസേരയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് ഇരിക്കുമെന്ന് പറയണമെങ്കിൽ ഒരു ഇരിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കില്ല. കേന്ദ്ര മന്ത്രി BM സയ്യിദ് സാഹിബ് ആഭ്യന്തര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഉടനെ അയാള് ശംസുൽ ഉലമന്റെ വീട്ടിലേക്കാണ് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ. സുബിക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങളെടുത്ത് സഹമന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞു, കേന്ദ്രമന്ത്രി. ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. സുബി സ്കെച്ചും ഇപ്പോൾ ഔറാദിലായ സമയത്താണ്. പക്ഷെ ഉടനെ അവിടെ സയ്യിദ് സാഹിബ് വന്നു. അവിടെ നിന്നിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചു. നോക്കൂ നിങ്ങൾ, ചുരുക്കി പറയട്ടെ, മുശാവറൊന്നും കൂടാൻ നിന്നില്ല. മുതലക്കുളം മൈതാനിയിൽ നദീവി സാഹിബ് വരുന്ന സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ മഹാനായ ശംസുൽ ഉലമ അവിടേക്ക് ചെന്നപ്പോൾ 10,000 ജനങ്ങളാണ്. സ്റ്റേജിൽ ആരൊക്കെ ഉള്ളത്? സ്റ്റേജിൽ മുജാഹിദ് നേതാവുണ്ട്, തബ്ലീഗ് നേതാവുണ്ട്, ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ KC അബ്ദുള്ള മൗലവിയുണ്ട്,
തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവുണ്ട്. AP അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസിന്റെ പടുത്ത് മരിച്ചുപോയ ഫസൽ പൂക്കോയത്തങ്ങൾ, അയാളാണ് കൺവീനർ, അയാളുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാറൊന്നും അവിടെ ഇല്ല. ലീഗ് രണ്ടും യോജിച്ചപ്പോൾ ഇയാൾ അണ്ടിപ്പോയ അണ്ണാന്റെ മാതിരിയായിരുന്നു. ഇയാൾ അഖിലേന്ത്യാ ലീഗിന്റെ ആളായിരുന്നു. ഇയാൾ അനുയായികളെന്ന് താമസിച്ചിരുന്നത് കല്ലായി റോട്ടിലെ അഖിലേന്ത്യാ ലീഗ് ഓഫീസിലാണ്, ലീഗ് ടൈംസ് ഓഫീസിലാണ് അവർ അന്തി ഉറങ്ങിയിരുന്നത്. ആ ഓഫീസ് നശിച്ചുപോയി. ലീഗ് രണ്ട് ചോദിച്ചപ്പോ ഇയാൾ കുടുങ്ങി. യഥാർത്ഥത്തിൽ ഇയാൾ അനുയായികളാ കൂടി. ഇയാൾ പല ഭാഗത്തും കൂടാൻ തയ്യാറാ. അനുയായികളിൽപ്പെട്ട പാർനൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, രണ്ടോണം മൊയ്തീൻ മുസ്ലിയാർ പോലെയുള്ള ചില ആളുകളും ഒരു 4-5 മാസ്റ്റർമാരുണ്ട്. അവരും പറഞ്ഞു ഈ കിണങ്ങനെ വിട്ടാൻ പറ്റൂല. മുഷാവറ തീരുമാനം ഡൽഹിയിലേക്ക് പോവാനല്ലേ. ആ തീരുമാനം ലംഘിച്ചിട്ട് ഈക്കെന്താണ് ഇവിടെ മുജാഹിദീകളിൽ നിന്ന്, മുസ്ലിം ലീഗിൽ നിന്ന്, കെ സാഹിബിൽ നിന്ന് നോട്ടിന്റെ കെട്ട് വാങ്ങി എന്നാണ് അവരന്ന് പ്രചരിപ്പിച്ചത്. നോട്ടിന്റെ കെട്ട് കെ സാഹിബിൽ നിന്ന്. അങ്ങനെ അവര് വേണ്ടാത്ത പ്രചരണങ്ങളൊക്കെ നടത്തി. ചുരുക്കി പറയട്ടെ, അന്ന് മഹാനായ ശംസുൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തോട് പറഞ്ഞത് ഇപ്പോഴും നാം ഓർക്കുകയാണ്. അന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള അവസരം വേണം. പാകിസ്ഥാൻ ഇസ്ലാമിക് ബോംബ് ഉണ്ടാക്കുന്നപ്പോൾ എന്ത് മണ്ണാങ്കട്ടയാണടാ ഇസ്ലാമിക് ബോംബ്. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യ രാജ്യത്തിന്റെ അതിരിൽ ഒരു ബോംബ് വർഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാറി കാണിച്ചു കൊടുക്കും ആ ബോംബിനെതിരെ. 34 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഞങ്ങൾക്ക് വകവെച്ച് തന്ന മുഹമ്മദൻ ലോ, ആ ശരീഅത്ത് ആക്ട് അനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നടു റോട്ടിൽ കിടന്ന്, ലക്ഷക്കണക്കിൽ മുസ്ലിമുകൾ നടു റോട്ടിൽ കിടന്ന് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ലെറ്ററും കൊടുത്തയച്ചു പ്രധാനമന്ത്രിക്ക്. 20 പേജിൽ എഴുതി കൊണ്ടുവന്നതാ വലിയ ഇംഗ്ലീഷുകാർ. മഹാനായ ശംസുൽ ഉലമ 1.5 പേജിലാക്കി ചുരുക്കിയ ലെറ്റർ, അറബി ലെറ്റർ, ആ ഇംഗ്ലീഷ് ലെറ്റർ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തയച്ചു. പാതിര വരെ ഇന്ത്യൻ പാർലമെന്റ് കൂടിയിട്ടാണ് ഈ ഏക സിവിൽ കോഡിനെതിരിൽ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം വന്ന് നിലകൊണ്ട് മുസ്ലിമീങ്ങളുടെ കൂടെ നിന്നത്, ഒപ്പം നിന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മാരകമായ വിപത്തുകൾ വരുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശ്രദ്ധിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ ശരീഅത്ത് വിരുദ്ധരുടെ ഇന്നവരെ സ്ഥിതി വേറെ. ഏലമ്മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കൂടെ സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാരും TK ഹംസയോടൊന്നിച്ച് കേരളം മുഴുവനും അന്നത്തെ സർക്കാർ, നായനാർ സർക്കാരിന്റെ പോലീസിന്റെ കൂടെ സ്റ്റേറ്റ് ബാങ്കിന്റെ ഖജനാവ് കൊണ്ടുപോകുന്ന മാതിരിയായിരുന്നു ആ കാലത്ത് അയാൾ പരിപാടിക്ക് പോവൽ. മുന്നിലും വഴിയിലും 2 ബസ് പോലീസ്, 2 ബാൻ പോലീസും നടുവിലിയാളും. അന്ന് ശംസുൽ ഉലമ തൃശ്ശൂരിൽ ഒരു ശരീഅത്ത് സമ്മേളനം നടത്തി. 10,000-കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മഹാനായ ശംസുൽ ഉലമ പറയുകയുണ്ടായി, ഹലോ മിസ്റ്റർ ഏലമ്മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, നിങ്ങളൊരു ബുദ്ധിമാനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്തിനീ കാരന്തൂർപ്പാടിനെ പേറി? നാറിയവനാണവൻ, നാറിയവനെ പേറിയാൽ പേറിയവനും നാറും. ഞാനിത് പറഞ്ഞത് ഇവിടെ ഈ അടുത്തൊരു ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുന്ന ഒരു വഹാബി സക്കാഫി ഉണ്ട് അല്ലേ, എല്ലാവരും പേര് വഹാബി സക്കാഫി. അയാള് സുന്നി നശിപ്പിക്കുന്ന ആളാണ്. അയാൾ ശംസുൽ ഉലമ APS ഒന്നും പറഞ്ഞില്ലല്ലോ. ശംസുൽ ഉലമ സ്വന്തം ആളായിരുന്നു. ശംസുൽ ഉലമ മുബത്തദിയാണെന്നും ഏത്തിഖാദിൽ പേച്ചവനാണെന്നും പറഞ്ഞ് മർക്കസിന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ട് ആ സഖാഫികൾ വിട്ട് പ്രഭാഷണം നടത്തുന്ന സഖാഫിമാരും മൗലവിമാരും മാസ്റ്റർമാരും കണ്ണിത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയുമായിരുന്നു അന്ന് അവരുടെ ബലിയാട്. വേറെ ആരുമല്ല. കോഴിയോട് മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ അവർക്ക് എതിർപ്പില്ല. പാർനൂർ ഇബ്രാഹിം മുസ്ലിയാരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അവർക്കില്ല. കണ്ണിത്ത് ഉസ്താദ് ദുആ ചെയ്യും. മഹാനായ ശംസുൽ ഉലമ രാജ്യത്തെ ജനങ്ങൾ ഉത്ബോധനം നടത്തും. ഇതുവർക്ക് വലിയ ശല്യമായി. EMS പിറ്റേന്ന് പറഞ്ഞു, തൃശ്ശൂർ സമ്മേളനത്തിന് പിറ്റേന്ന് എനിക്ക് ശരിയത്തറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. എനിക്ക് ശരിയത്തറിയില്ല. ആ വിഭാഗം ഇവരെ വിട്ടു.
ആ വിഭാഗം സാക്ഷാൽ കാന്തപുരത്തിനെ കൈവടിഞ്ഞതായിട്ടാണ് അറിവ്. ഇളമരം കരീമിൽ നിന്നും EK ഹംസയിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങൾക്ക് ആ ചതിയനെ വേണ്ട എന്നാണ് അവർ പറയുന്നത്. എല്ലാവരും ഒഴിവാക്കും, എല്ലാവരും. ആരും അത് പറയണ്ട. ശംസുൽ പറയും നാറിയവനാണവൻ, നാറിയവനെ പേറിയാൽ പേറിയവനും നാറും. വല്ലാത്ത വാക്കാണത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് തരട്ടെ. നമുക്ക് വിരോധം കൊണ്ട് പറയാൻ. അങ്ങനെ ഇവർ ശരീഅത്ത് വിരുദ്ധ ചേരിയിൽ കാന്തപുരം ചേർന്നപ്പോൾ അയാളെ മുഷാവറയിൽ നിന്ന് നീക്കി. അയാളെ കൂടെ എത്ര ആള് പോകാൻ തയ്യാറാ? 6 ആള്. എന്നാ പോയിക്കോളി, 6 ആള് പോയി. ഇപ്പൊ അവർ പറയുന്നുണ്ട് പുറത്താക്കിയതല്ലടാ, ഇറങ്ങിപ്പോന്നതാ. ഏതെങ്കിലും ഇറങ്ങിപ്പോന്നോ? അത് നല്ല പണിയാ. എന്തിനാ ഞങ്ങൾ ഇറങ്ങിപ്പോന്നത്? ലീഗിന്റെ ആലയിൽ സമസ്തയെ കെട്ടാൻ അനുവദിക്കില്ല എന്നാണ് കരിവന്തിരുത്തി കുഞ്ഞിക്കോയത്തങ്ങൾ മുഷാവറയുടെ കോണി ഇറങ്ങുമ്പോൾ ഉറക്കെ പറഞ്ഞത്. ലീഗിന്റെ ആലയിൽ സമസ്തയെ കെട്ടാൻ EK ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനല്ലേ പണ്ടത്തെ മുദ്രാവാക്യതല്ലേ? എന്താ ഇത്? ലീഗ് സമസ്ത മൂര്യ ആരെ കെട്ടും? ഈ ആലയിൽ നീ കയറാൻ ശ്രമിക്കുന്നുണ്ടോ? ഈ ആലയിൽ കയറാൻ താല്പര്യമുണ്ടോ? ശംസുൽ ഉലമ അന്ന് പറഞ്ഞതിന് നേരെ ബഹുമാനപ്പെട്ട തങ്ങള് വരികയാണ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.